അപ്പൊ ഇന്നത്തെ വീഡിയോ ഫേസ് ഷേവിംഗ് ആണ്. ഈ റേസർ വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്, വലിയ സാധനങ്ങളൊന്നും അല്ല. എല്ലാവർക്കും അറിയാവുന്നതല്ലേന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയുന്നതാ, പക്ഷെ എനിക്ക് കണ്ടന്റ് വേണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനായിട്ട് നമുക്ക് റേസർ വേണം. അലോവേര ജെല്ലാണ് ഞാൻ ഇതിന് ബേസ് ആയിട്ട് ഇടുന്നത്, പിന്നെ ടിഷ്യൂ പേപ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ ഫേസ് ഒക്കെ ഞാൻ ഓൾറെഡി വാഷ് ചെയ്ത്, അതായത് ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്ത് സ്ക്രബ് ചെയ്തൊക്കെ വെച്ച് പോന്നേ. അലോവേര ജെല്ലാണ് ഞാൻ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ ഇത് ഫുൾ എടുത്ത് ഫേസിൽ ഇടൂല. ഞാനിപ്പം ഫസ്റ്റ് ഇവിടെ ചെയ്യുന്നെങ്കിൽ ഇവിടെ അലോവേര ജെൽ ഇട്ടിട്ട് ഷേവ് ചെയ്തിട്ട് പിന്നെ ആയിരിക്കും ഇവിടെ ഇടുന്നത്. അങ്ങനെയാണ്, അല്ലാതെ ഫുൾ ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇവിടെ എല്ലാം ഞാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ മൊത്തം ഡ്രൈ ആയിപ്പോവും. പിന്നെ ഞാൻ ഒന്നിന്ന് വീണ്ടും ഇടേണ്ടി വരും. മിറർ ഇവിടെ ആണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നോക്കുന്നത്. ഇനി ദാ ഇവിടെ ഇങ്ങനെ നമ്മൾ മേളിലോട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഷേവ് ചെയ്ത് കൊടുക്കണം, പതുക്കെ 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 താഴോട്ട്. ഓക്കെ, പിന്നെ ഇവിടെയൊക്കെ കണ്ട എനിക്ക് ഇഷ്ടംപോലെ ഈ മുഖക്കുരുവും സാധനങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മള് അതും കൂടി ഒന്ന് മുറിഞ്ഞു പോവില്ലേ, മുറിഞ്ഞു പോയാൽ എന്ത് പറ്റും, ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോ ഇപ്പൊ ഒരുപാട് മോക്കുരു ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യരുത്. മോക്കുരു ഒന്നും ഇല്ലാത്തടത്ത് മാത്രം ഷേവ് ചെയ്യുക. നെക്സ്റ്റ് ഈ കവിളിലാണ് ചെയ്യാൻ പോകുന്നത്. യൂട്യൂബ് തുടങ്ങി, അപ്പൊ കണ്ടന്റ് വേണമല്ലോ. അപ്പൊ കണ്ടന്റ് നമുക്കുള്ള സാധനങ്ങൾ, എനിക്ക് അറിയാവുന്ന സാധനങ്ങളെല്ലാം ഇടാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇടുന്നത്. ഓക്കെ, സഹിക്കുക, അതൊക്കെ ചെയ്തു കൊടുക്കണം. ഇവിടൊക്കെ രോമം കൂടുതലാണ് ഉള്ളത്. ഇതൊക്കെ പതുക്കെ പതുക്കെ മുറിയാതെ, കൂടുതൽ എനിക്ക് ഇവിടെ ചെയ്യുമ്പോഴാണ് മുറിയുന്നത്. മോക്കുരു ഒക്കെ ഉള്ളിടത്തൊക്കെ സൂക്ഷിച്ച് ചെയ്യണം. പിന്നെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എപ്പോഴും ചെയ്യാറില്ല. ഞാൻ ഈ മീശയും ഇവിടെ താടിയുണ്ട്, ഒരു 4-5 രോമമുണ്ട്. അത് മാത്രമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത്, വളർന്നു വരുമ്പോൾ ചെയ്യുന്നത്. ഇല്ല, മുടിയൊക്കെ മാറ്റി വെക്കട്ടെ. ഇനി ഈ ഭാഗത്താണേ, ശരി, ഞാൻ പൊട്ട് മാറ്റാൻ മറന്നുപോയി ഗൈസ്. ഈ ഹെയർ ഒക്കെ ഉള്ള സമയത്ത് നമ്മളാണെങ്കിൽ ഫൗണ്ടേഷനും ക്രീമും അതും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഭയങ്കര ഇങ്ങനെ ഒരു ഭംഗി കാണൂല. പക്ഷെ നമ്മൾ ഫേസിലെ ഹെയർ ഒക്കെ ക്ലീൻ ചെയ്ത് എന്നിട്ട് വെറുതെ ഒരു സൺസ്ക്രീം മാത്രം ഇട്ടാലും മതി, ഫേസ് നല്ല ഇങ്ങനെ തിളങ്ങിയിരിക്കും, നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യും. മറ്റേ നമ്മള് ഫേഷ്യലൊക്കെ ചെയ്തില്ലേ അതേപോലെ. ഇല്ല, ഇത് ഇവിടെ ഉള്ള മുടിയുടെ ഇടയിലായി പോയി. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നത്, ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മാത്രമാണ് ഞാൻ ഫുള്ളായിട്ട് ഫേസ് ഷേവ് ചെയ്യുന്നത്. പിന്നെ ആ സമയത്ത് ഒരു കൂടി അങ്ങ് ഷേപ്പാക്കി കൊടുക്കും. പല കാണാൻ പറ്റുന്നുണ്ടോ? ഇനി ഫേസ് വാഷ് ചെയ്യണം. ഫേസ് വാഷ് ചെയ്തിട്ട് സൺസ്ക്രീമോ മോയ്സ്ചറൈസറോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വാഷ് ചെയ്തിട്ട് വരാം. ഫേസ് ഒക്കെ വാഷ് ചെയ്ത് ഇനി സൺസ്ക്രീം അപ്ലൈ ചെയ്യട്ടെ. അപ്പൊ ഞാൻ ഫേസ് വാഷ് ചെയ്തു, സൺസ്ക്രീം ഇട്ടു, പൊട്ട് വെച്ചു, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ചെറിയ വീഡിയോ ആയിട്ടോ, ക്ഷമിക്കണം. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.